എന്തുകൊണ്ടാണ് ആ പിഴവ് അവർക്ക് സംഭവിച്ചു പോയത്? അടിസ്ഥാനപരമായി അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലെ പിഴവാണ്. യഥാർത്ഥത്തിൽ ഞാനോ നിങ്ങളോ ഔലിയാക്കളോ എഞ്ചിനീയർമാരോ ഈ ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ അമ്പിയ ഔലിയാക്കള്, മരണാനന്തരം അവരിൽ നിന്ന് പ്രകടമാകുന്ന ആത്മീയമായ ഒരു പവറും അവരുടേതായ കഴിവുകളല്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവുകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ അള്ളാഹുവിൽ നിന്നുള്ള കഴിവുകളെ നമ്മിലേക്ക് അള്ളാഹു നൽകുമ്പോൾ, എൻ്റെ കൈകൾ എനിക്ക് വാനിലേക്ക് ഉയർത്തണമെങ്കിൽ ആ സമയത്ത് അള്ളാഹു കഴിവ് തരാതെ സാധിക്കുകയില്ല. ഒരു വലിയനോ നബിക്കോ എഞ്ചിനീയർക്കോ അള്ളാഹു കഴിവ് കൊടുക്കാതെ യാതൊന്നും സാധ്യമല്ല. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെ പടച്ചത് അള്ളയാണ്, നിങ്ങളെ പ്രവർത്തനം പടച്ചതും അള്ളയാണ്. ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിന് സമീപിക്കുമ്പോൾ ആ സമീപിക്കുന്ന മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? ആ ഡോക്ടർ കേവലം ഒരു നിമിത്തം മാത്രമാണ്, ആ ഡോക്ടർ കേവലം ഒരു കാരണം മാത്രമാണ്. ആ കാരണമെന്ന നിലക്ക് നമ്മൾ ആ ഡോക്ടറോട് ബന്ധപ്പെടുമ്പോൾ, ആ ഭൗതികമായ കാര്യവുമായി ബന്ധപ്പെടുമ്പോൾ അതിലൂടെ അല്ലാഹു തആല കാര്യം നടത്തുകയാണ്. അപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത്, ഒരു വൈദ്യരുടെ അടുത്ത് നമ്മളൊരു വിഷയത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, ഈ ഡോക്ടറുടെ കഴിവുകൾ കേവലം അള്ളാഹു വെച്ച കാരണങ്ങളും നിമിത്തങ്ങളുമാണ്. ആ ഡോക്ടറിലൂടെ നമുക്ക് ശിഫ നിർമ്മിച്ചു തരുന്നത് ഖാലിഖായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ നിമിത്തങ്ങൾ മാത്രമാണ്. അത് തന്നെയാണ് നമ്മളൊരു സംസം വെള്ളം വിസ്മിയും ചൊല്ലി കുടിക്കുകയാണ്. എന്തിനാണ് നമ്മൾ കുടിക്കുന്നത്? മാഉ സംസം ലിമാ ശുരിബ ലഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്തുദ്ദേശം വെച്ച ഒരാൾ സംസം വെള്ളം കുടിച്ചോ അത് അവന് ഹാസിലാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഒരാൾ തലവേദന മാറണം എന്ന് കരുതി ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടർ ഒരു നിമിത്തമാണ്. അത് ഏതു രീതിയിലുള്ള നിമിത്തമാണ്? ഭൗതികമായ വ്യവഹാരങ്ങളിലൂടെ കാര്യകാരണങ്ങളെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു നിമിത്തമാണ്, കാരണമാണ് നമുക്ക് ഡോക്ടർ അദ്ദേഹത്തിന്റെ മെഡിസിൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സംസം വെള്ളം കുടിച്ച് വയറുവേദനക്ക് ആശ്വാസം തേടുകയാണ്, വയറുവേദനയുടെ ശിഫ തേടുകയാണ്. നമ്മൾ പരിശുദ്ധമായ ഖുർആൻ മന്ത്രിച്ച് വെള്ളത്തിൽ ഊതി കുടിക്കുകയാണ്, അല്ലെങ്കിൽ പാത്രത്തിൽ എഴുതി കുടിക്കുകയാണ്, അല്ലെങ്കിൽ അതൊരു ഏലസായി നമ്മുടെ ശരീരത്തിൽ കെട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു നൂലിലേക്ക് മന്ത്രിച്ച് ആ ഖുർആൻ നമ്മുടെ ശരീരത്തിൽ കെട്ടുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ വെള്ളം ഊതിയത് അല്ലെങ്കിൽ നൂലൂതിയത്? ഖുർആൻ നമ്മൾ ഊതിയിട്ട് കെട്ടുന്നത് എന്തുകൊണ്ടാണ്? കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഖുർആനിനെ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത് ആ ഖുർആൻ നിങ്ങളുടെ ഔഷധമാണ്. ഈ ഒരു പരാമർശം ഖുർആനിൽ ഉണ്ടാകുമ്പോൾ ആ ഔഷധം എന്ന് പറഞ്ഞാൽ അത് എന്തിനൊക്കെയുള്ള ഔഷധമാണ് എന്നത് വിശദീകരിച്ചു തരേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ വിശദീകരണത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് മഹാരഥന്മാരായ സ്വഹാബിമാരിലൂടെയാണ്. ഇവിടെയുള്ള വഹാബികൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഖുർആൻ കൊണ്ട് മന്ത്രിച്ചൂതാൻ പാടില്ല എന്നതാണ്. അങ്ങനെ മന്ത്രിച്ചൂതിയാൽ അത് പരിശുദ്ധ ഖുർആനിൽ ദിവ്യത്വം കൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാൻ അവരുടെ കാരണം എന്താണ്? ആ ഖുർആൻ ഊതിയ വെള്ളം കുടിച്ച് നമ്മുടെ വയറുവേദന മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ മന്ത്രിച്ചൂതിയ വെള്ളം നമ്മുടെ അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു ലാബിൽ കൊണ്ടുപോയി നമ്മൾ പരിശോധനാ വിധേയമാക്കിയാൽ ആ വെള്ളം കുടിച്ചത് കാരണം എന്തുകൊണ്ട് തലവേദന മാറി എന്നതിന്റെ ഉത്തരം അങ്ങാടിയിലെ ലാബിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല. അങ്ങനെ കാര്യകാരണങ്ങൾ അറിയാത്ത വിധം അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന നിമിത്തങ്ങൾ, ആ നിമിത്തങ്ങൾ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധമായ ഖുർആൻ ആർക്കാണ് ഫലം ചെയ്യുക? അത് യുഅ്മിനൂന ബിൽ ഗൈബ്, അവ്യക്തമായ കാര്യകാരണ ബന്ധങ്ങളെ അറിയാത്ത വിധം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്കാണ് ആ ഖുർആൻ കൊണ്ട് ഫലം കിട്ടുന്നത്. അല്ലാത്ത ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ഫലം കിട്ടുകയില്ല. നിങ്ങൾ നോക്ക്, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം വിരുദ്ധർ ആഘോഷിച്ച ഒരു ഖുർആൻ പരിഭാഷയുണ്ട്. ഇവിടെയുള്ള നിരീശ്വരവാദികളും നിർമ്മിതവാദികളും ഭൗതികവാദികളും നന്നായി ആഘോഷിച്ച ഒരു ഖുർആൻ പരിഭാഷയുണ്ട്. അത് മുജാഹിദ് ഉപസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായ CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷയാണ്. അദ്ദേഹം ഖുർആനിന്റെ ഭാഷ ഏറെക്കുറെ പഠിച്ചയാളാണ്, ഖുർആനിന്റെ തഫ്സീറുകളെ കുറെയൊക്കെ പഠിച്ച ഒരാളാണ്. പക്ഷേ ആ മനുഷ്യൻ ഖുർആനിന്റെ പരിഭാഷ എഴുതിയപ്പോൾ ആ ഖുർആനിൽ അംബിയാ ഔലിയാക്കളുടെ മുഅ്ജിസത്ത് കറാമത്തുകളായി അല്ലാഹു തആല വിശദീകരിച്ച കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കനിയില്ലാ കാലം കനിയ കൊടുത്തോവർ, കരിഞ്ഞാമരത്തുമ്മൽ കായ നിറച്ചോവർ. അള്ളാഹുവിന്റെ ഖുർആൻ മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞു പോയ പവറുകളാണ്, അള്ളാഹു മറിയം ബീവിക്ക് കൊടുത്ത ആദരവുകളാണ്. ഇതുപോലെ മൂസ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തുകളുണ്ട്. ഫറോവയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നദി അപ്പുറം കടക്കേണ്ട ഘട്ടം വന്നപ്പോൾ മഹാനായ മൂസ അലൈഹിസ്സലാം കയ്യിലുള്ള വടി കൊണ്ട് ആ നദിയിൽ അടിക്കുമ്പോൾ നാഷണൽ ഹൈവേ രൂപപ്പെടുകയാണ്. ഈ CN അഹമ്മദ് മൗലവി ഖുർആൻ പരിഭാഷ എഴുതിയപ്പോൾ അങ്ങനെയുള്ള ഒരു NH രൂപപ്പെടുന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? യുഅ്മിനൂന ബിൽ ഗൈബ്, അത് കാര്യകാരണ ബന്ധങ്ങൾ അവ്യക്തമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് അയാൾ അവിടെ പറഞ്ഞു, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടായ ഒരു സന്ദർഭത്തിലാണ് അയാൾ
അയാൾക്ക് മൂസാ അലൈഹിസ്സലാം അപ്പുറം കടന്നത്. ഇങ്ങനെ യുഅ്മിനൂന ബിൽ ഗൈബ് എന്നത് അള്ളാഹുവിന്റെ ഖുർആൻ ഉൾക്കൊള്ളുവാനും മുത്തഖിയുടെ പവറിൽ എത്തിപ്പെടാനുമുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ്. അതുള്ളവർക്കാണ് ആ ഖുർആൻ കൊണ്ട് ശിഫയുണ്ട് ശരീരത്തിനും എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ശിഫയുണ്ട് എന്നത് ആ ഖുർആൻ വിഷമേറ്റ ആളുടെ ശരീരത്തിൽ മന്ത്രിച്ചൂതിയിട്ട് രോഗം വിഷമിറക്കുകയും ആടിനെ പ്രത്യുപകാരമായി വാങ്ങുകയും ഹബീബ് തങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വരികയും ചെയ്തുകൊണ്ട് ആ ഹബീബിന് കൂടി ആ പാരിതോഷികമായി കിട്ടിയ ആടിൽ നിന്നൊരു വിഹിതം ആഹരിക്കാൻ നീക്കിവെച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള സമ്മതവും വാങ്ങിയിട്ട് പ്രവൃത്തി കൊണ്ട് പ്രമാണം സ്വഹാബ വിശദീകരിച്ചു തരികയാണ്. ആ ഖുർആൻ കൊണ്ട് നമ്മൾ മന്ത്രിച്ചൂതുമ്പോൾ കിട്ടുന്ന ശിഫ, സംസം വെള്ളം കുടിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിഫ, അതെല്ലാം യുഅ്മിനൂന ബിൽ ഗൈബാൻ. അത് വിശ്വസിക്കാൻ കഴിയാത്ത വഹാബികൾ സഹോദരന്മാരെ അതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒന്നിൽ നമ്മൾ ഒരു പവറും വിശ്വസിക്കാൻ പാടില്ല എന്ന് പ്രമാണങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ അവർ മതയുക്തിവാദം പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് കാടുകയറി അവർ പറഞ്ഞു മനുഷ്യന്റെ ഭൗതികമായ കഴിവുകളെ കൂടി അവർ കാടുകയറി നിഷേധിച്ചുകൊണ്ട് അവസാനം എത്തി നിൽക്കുന്നത് എത്ര ദുർബലമായ ന്യായങ്ങളുടെ പേരിലാണ് മുസ്ലിം സമുദായത്തിൽ അവർ ശിർക്ക് ഇന്ന് ഹോസ്പിറ്റലുകളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സകളും പ്രസവങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും ഒരു സ്ത്രീ ഹോസ്പിറ്റലിലേക്ക് നിരുപാധികം പോയിക്കൂടാ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ചികിത്സ ഒരു ഗർഭിണിക്കോ അല്ലാത്തവർക്കോ ആശ്രയിക്കാൻ പാടില്ല എന്ന വളരെ പിന്തിരിപ്പൻ സമീപനങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരു കാലത്തും വെച്ചു പുലർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു പണ്ഡിതനും ആ രീതിയിൽ പ്രസംഗിക്കാറുമില്ല. മറിച്ച് അത്തരം ഭൗതിക സംവിധാനങ്ങളെ കേവലം നിമിത്തങ്ങളായി ആശ്രയിക്കുന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന് പകരം അത്തരം സംവിധാനങ്ങളിൽ തവക്കുലാകുന്നതിനെതിരെയുള്ള പ്രേരണകളാണ് ഈ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിലുള്ളത്. അത് അടർത്തിയെടുത്തുകൊണ്ടുള്ള ദുഷ്പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് വളരെ പച്ചക്ക് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നതിനെ തന്നെ പച്ചയായി നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു വഹാബി പുരോഹിതൻ സംസാരിക്കുന്നത് ഒരാൾ ഒരു ഡോക്ടറെ പോയി കാണുകയാണ്. കുട്ടിക്ക് രോഗമുണ്ടായപ്പോൾ ആ കുട്ടിയെ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു. സ്വാഭാവികമാണ്, ആ കുട്ടിയുടെ രോഗം മാറി. അങ്ങനെ രോഗം മാറി കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ രോഗം ആ കുട്ടിക്ക് വീണ്ടും വരികയാണ്. ഏത് മനുഷ്യനും പ്രാഥമികമായി വരുന്നൊരു ചിന്തയാണ്, കുട്ടിക്ക് നേരത്തെ അസുഖം ഉണ്ടായപ്പോൾ നമ്മൾ പോയത് ആ ഡോക്ടറെ അടുത്താണ്, അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ പോകാം. ആ വിഷയത്തിൽ കുറച്ച് നന്നായി ട്രീറ്റ്മെന്റ് നടത്താൻ കഴിയുന്ന ഒരു ഡോക്ടറാണ് അയാൾ എന്ന നിലക്കാണ് നമ്മൾ അങ്ങോട്ട് തന്നെ പോകണമെന്ന് വിലയിരുത്തിയത്. എന്നാൽ മൗലവി പറയാണ്, നമ്മൾ അങ്ങനെ രണ്ടാമതും ആ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ പോകുന്നതും ഡോക്ടറെ കാണുന്നതും ബഹുദൈവാരാധനയാണ് എന്നോ ഹറാമാണ് എന്നോ മതവിരുദ്ധമാണ് എന്നോ ഇവിടെയുള്ള മുഖ്യധാരാ മുസ്ലിമീങ്ങൾക്ക്, പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക്, അവരുടെ പണ്ഡിതന്മാർക്ക് ഒരു കാലത്തും അഭിപ്രായമുണ്ടായിട്ടില്ല. എന്നാൽ അവിടെയാണ് ഒരു ഡോക്ടറെ രണ്ടാമതും സമീപിച്ചാൽ അത് ബഹുദൈവാരാധനയാണ് എന്ന് ഇസ്ലാമിന്റെ പേരിൽ ഈ ആധുനിക സമൂഹത്തിലും നവോത്ഥാനത്തിന്റെയും പുരോഗമനത്തിന്റെയും പേര് പറഞ്ഞു പ്രത്യക്ഷപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് പുരോഹിതന്മാർ സംസാരിക്കുന്നത്. അല്ല, വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തിൽ കടയിലേക്ക് ഭർത്താവിന്. അങ്ങനെ കുട്ടിക്ക് എന്തോ ഒരു അസുഖം പെട്ടെന്ന് വരണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ കടയിൽ വീട്ടിൽ വന്നു. ഉമ്മാനെയും കുട്ടി ആ കുട്ടിനെയും കുട്ടി ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറയടാ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറത്തേക്കോ പെട്ടെന്ന് പോകും. ഏത് ഡോക്ടറത്തേക്കാ സാർ? ഏതെങ്കിലും നീ പോ, വിട്, വണ്ടി വിട്. അങ്ങ് ബോർഡ് നോക്കി പോവുക. പോയി ഒരു ബോർഡ് വേണ്ട, ഡോക്ടർ അതൊക്കെ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതോ കട ഡോക്ടർ ബോർഡ് കയറാം. ഡോക്ടർ സാർ പെട്ടെന്ന് വന്ന അസുഖം. ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് കൊടുത്തു, മരുന്ന് വാങ്ങി. 2 ദിവസം കൊണ്ട് അൽഹംദുലില്ലാഹ് സുഖം മാറി. ഇയാൾ ചെയ്തത് ഇപ്പോൾ ഇബാദത്താണ്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്യുക. അള്ളാഹു ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തു. അള്ളാഹു അതിൽ ശിഫ വെച്ചിട്ടുണ്ട്. ആ കുട്ടിന്റെ സുഖം അതുകൊണ്ട് മാറി. ആ മരുന്നിൽ അള്ളാഹു ശിഫ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സുഖം മാറി. ഒരു 6 മാസം കഴിഞ്ഞു. അതേ സുഖം കുട്ടിക്ക് വന്നു. അതേ സുഖം വന്ന കുട്ടി ഒട്ടും താമസിച്ചില്ല. ഭാര്യ വിളിച്ചു ഭർത്താവ് ഓട്ടോറിക്ഷ വന്നു. കുട്ടിയും ഭാര്യയും കുട്ടി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ആ ഡോക്ടർക്ക് പോയി ഇറങ്ങി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സാർ 6 മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു, നിങ്ങളെയാണെന്ന് കാണിച്ചത്, നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത്, പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് നോക്ക് സാർ, ഇപ്പൊ നീ ചെയ്തത് ശിർക്കാണ്. പോയത് ഒരേ ഡോക്ടറെ എത്തിക്കാണ്, പോയ ആൾക്കാരും ഒന്നാണ്, വാങ്ങിയ മരുന്നും ഒന്നാണ്, ഡോക്ടർ പരിശോധിച്ചതും ഒരേ രീതിയിലാണ്. സഹോദരങ്ങളെ, അന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ. ഒരു ഡോക്ടറെ സമീപിച്ചാൽ, ഒരു എഞ്ചിനീയറെ സമീപിച്ചാൽ, ഭൗതികമായ വ്യവഹാരങ്ങളിൽ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ഭൗതികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാൽ, ഭൗതികമായ വ്യക്തികളുമായി ബന്ധപ്പെട്ടാൽ ഒരിക്കലും അത് ശിർക്കാണെന്ന ഒരു വിശ്വാസം ഇസ്ലാമിലില്ല. അതൊരിക്കലും തൗഹീദിന് വിരുദ്ധവുമാവുകയില്ല. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്ക്, എത്ര വനിതകളുടെ ഒരു സംഘടന, ഒരു പുരോഗമന സംഘടന എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു വഹാബി വനിതാ സംഘടനയുടെ വേദിയിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് മൗലവി ക്ലാസ് എടുക്കുകയാണ്. ഗർഭിണിയായി കഴിഞ്ഞാൽ ആ പെണ്ണ് പിന്നെ ഗൈനക്കിനെ കാണാൻ പാടില്ല, ആ പെണ്ണ് ഒരിക്കലും ഒരു ഡോക്ടറെ സമീപിക്കാൻ പാടില്ല, അങ്ങനെ സമീപിക്കുന്നതും ശിർക്കാണെന്നാ പറയുന്നത്. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ?
എങ്കിൽ എൻ്റെ വിചാരം എൻ്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി, പോരാ. അള്ളാഹിൻ്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനൊരു വിശ്വാസം ഇസ്ലാമിലില്ല. ശിർക്കാരോപണം നടത്തി അവസാനം അതൊരു മാനസികം പോലെ. ഈ പ്രസംഗിക്കുന്ന മൗലവിക്ക് ഗർഭിണിയായ പെണ്ണ് ഗൈനക്കിനെ കണ്ട് സഹായം തേടുന്നതേ പ്രശ്നമുള്ളൂ. ഇയാൾക്ക് കാഴ്ച കുറവുള്ളത് കൊണ്ട് കണ്ണ് ഡോക്ടറെ കണ്ടുകൊണ്ട് കണ്ണട എഴുതി വാങ്ങിയത് ഇയാൾക്ക് ശിർക്കാകുന്നില്ല. ഇതൊക്കെയാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു അപകടമായിരുന്നു വഹാബി പ്രസ്ഥാനത്തിലൂടെ മുസ്ലിമീങ്ങൾ കണ്ടത്. ആ ശിർക്കാരോപണത്തിലൂടെ ഈ സമുദായത്തിലെ സകലമാന നന്മകളും അവർ സംഹരിക്കുകയാണ്. ഈ സമുദായത്തിന്റെ സായാഹ്നങ്ങളിൽ മുസ്ലിം കുടുംബങ്ങളിലെ വീടുകളിൽ, എല്ലാ വീടുകളിലും നമ്മൾ കേട്ടിരുന്ന ഇസ്ലാമികമായ അന്തരീക്ഷങ്ങളുണ്ട്. മാലകളുടെയും മൗലിദുകളുടെയും ഈരടികളുണ്ട്. നഫീസത്ത് മാലയുടെയും മുഹീദി മാലയുടെയും ആത്മീയ അന്തരീക്ഷങ്ങളുണ്ട്. ഒരു വീട്ടിൽ ഒരു ഉമ്മ നഫീസത്ത് മാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ അതാരംഭിക്കുന്നത് ഒരു ഫാത്തിഹ വിളിച്ചുകൊണ്ടാണ്, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടാണ്, മുഅവ്വിദത്തൈനി പാരായണം ചെയ്തുകൊണ്ടാണ്. ഒരു മുഹീദി മാല ഇല്ലാതെയാകുമ്പോൾ അവിടെ ഒരു ഖുർആനോത്ത് ഇല്ലാതെയാവുകയാണ്, സ്വലാത്ത് ഇല്ലാതെയാവുകയാണ്. അങ്ങനെ മുസ്ലിം കുടുംബങ്ങളുടെ സായാഹ്നങ്ങളിൽ ശിർക്കിന്റെ ഭീതി പടർത്തി ഇങ്ങനെയുള്ള ആത്മീയ അന്തരീക്ഷങ്ങള് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആത്മീയതയോടൊക്കെ പുച്ഛവും വെറുപ്പും എത്രമാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ അത് അതിന്റെ ഏറ്റവും ഭീകരമായ അളവിൽ തന്നെ അങ്ങാടിയിൽ വന്ന് മൗലവിമാർ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. ആ ആത്മീയമായ അന്തരീക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇവർ എത്രത്തോളം ഭീകരമായി പണിയെടുക്കുന്നു, അതേ അളവിൽ സമുദായം ആശങ്കയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന മാരകമായ ജീർണതകളെ ലഘൂകരിക്കുവാനും ലളിതവൽക്കരിക്കുവാനും അവർ അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇന്ന് മലയാളികൾക്കിടയിൽ പോലും MDM അടക്കമുള്ള മാരകമായ ലഹരികൾ, ആ ലഹരികൾ സുലഭമാണ് എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട മകനിൽ നിന്നുള്ള ഉപദ്രവം പേടിച്ചുകൊണ്ട് രാജ്യത്തെ ചാനൽ മുറികളിൽ അഭയം തേടുന്ന ആളുകൾ, അതുപോലെ മറ്റു പൊതുപ്രവർത്തകരുടെ മുമ്പിൽ ചെന്ന് അഭയം തേടുന്ന ഉമ്മമാരുടെയും അമ്മമാരുടെയും സാന്നിധ്യങ്ങൾ മലയാളികൾക്കിടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ചെറിയ പ്രായത്തിലുള്ള 8ാം ക്ലാസ് പ്രായത്തിൽ പോലുമുള്ള കുട്ടികളിലേക്ക് MDM അടക്കമുള്ള ലഹരിയെ വളരെ ആസൂത്രിതമായി കൈമാറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്തകൾ വരികയാണ്. നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലാണ് ആ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ഭാര്യയെ അറുകൊല ചെയ്ത മുസ്ലിം ചെറുപ്പക്കാരുടെ വാർത്ത വന്നത്. അതുപോലെ സ്വന്തം മാതാവിനെ അറുകൊല ചെയ്ത മുസ്ലിം നാമധാരികളുടെ വാർത്തകൾ വരുന്നത്. ഒരു നിലക്കും ഇത്തരം ലഹരികളെ ലഘൂകരിക്കപ്പെടുന്ന, അതിനെ ചെറുതായി കാണുന്ന ഒരു പരാമർശം പോലും ഇസ്ലാമിക പ്രബോധകരിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്നാൽ ഇസ്ലാമിലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള മൗലിദുകളെ, മഹാന്മാരായ അമ്പിയാ ഉലിയാക്കളുടെ പേരിലുള്ള മാലമൗലിദുകളെ, ആ മാലമൗലിദുകളെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച് അതിൽ ശിർക്കുണ്ട് എന്ന ഭീതി പടർത്തുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഒരു മൗലിദിലും നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരല്ല. എത്രത്തോളം ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം നെഞ്ചോട് ചേർത്തിപ്പിടിക്കുന്ന ബദർ മൗലിദുണ്ട്. ആ ബദർ മൗലിദിന്റെ വരികളിൽ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ബദരീങ്ങളെ നമ്മൾ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ ബദരീങ്ങളെ ബദർ ബൈത്ത് മൗലിദ് ചൊല്ലിക്കൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഫഇൻ തറുദു ഫമന്നാതി ലിനൈലി ജമീഇ ഹാജാതി അയാ ജാലിൽ മുലിമ്മാതി വാഹിലിൽ ബദീരി യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ, നിന്റെ വാതിൽ ഞങ്ങൾക്ക് മുമ്പിൽ നീ കൊട്ടിയടച്ചു കഴിഞ്ഞാൽ, നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഞങ്ങളെ കൈപിടിക്കാൻ ഒരു അമ്പിയാവുമില്ല, ഞങ്ങളെ കൈപിടിക്കാൻ ഒരു വലിയുമില്ല, ഞങ്ങളെ കൈപിടിക്കാൻ ഒരു ശുഹദാക്കളുമില്ല, ഞങ്ങളെ കൈപിടിക്കാൻ ഭൗതികമോ അഭൗതികമോ ആയ യാതൊന്നുമില്ല. ഇങ്ങനെ കറകളഞ്ഞ തൗഹീദ് പറയാത്ത മാലകളില്ല, കറകളഞ്ഞ തൗഹീദ് പറയാത്ത മൗലിദുകളില്ല. സമുദായത്തിൽ ഏറ്റവും ഹൃദ്യമായി ലോക മുസ്ലിമീങ്ങളെമ്പാടും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ആത്മീയമായ പ്രകീർത്തനമാണ് ബുർദ. ആ ബുറുദ മുസ്ലിമീങ്ങൾ ചെല്ലുമ്പോൾ അതിനെ ആശങ്കയോടെ വീക്ഷിക്കുന്ന പുത്തൻവാദികൾ പറയുന്ന കാരണം എന്താണ്? ആ ബുറുദയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇലാഹാക്കിയിട്ടുണ്ട് എന്നാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പടച്ചോനാക്കിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ആ ബുറുദയിൽ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രവാചക പ്രകീർത്തനങ്ങളെ കോർത്തിണക്കിയിട്ട് ആ പ്രകീർത്തനങ്ങളുടെ മുന്നിൽ തന്റെ പേനയും തന്റെ ഭാഷയും അശക്തമാകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ഫമബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബശറു വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും സുന്ദരമായ പ്രകീർത്തനമുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രകീർത്തനമുണ്ട്. അതെന്താണ്? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. അവിടുന്ന് മനുഷ്യനാണ്, അവിടുന്ന് ഒരു മനുഷ്യനാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മനുഷ്യനാണ്. എന്നാൽ ആ ഹബീബ് തങ്ങൾ കേവലം ഒരു മനുഷ്യൻ
മനുഷ്യനല്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് സാക്ഷിയായി പറഞ്ഞയച്ച നേതാവാണ്. നമ്മളെക്കാൾ പവറുകളുള്ള, നമ്മളെക്കാൾ അനിതര സാധാരണമായ വൈയക്തിക പ്രഭാവങ്ങളുള്ള, നമ്മളെക്കാൾ ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ശ്രേഷ്ഠമായ ശ്രേണിയിലുള്ള ഒരു വ്യക്തിപ്രഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബുർദയിൽ എന്നല്ല നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു പ്രകീർത്തനത്തിലും ഹബീബായ തങ്ങളെ ദൈവമാക്കിയിട്ടില്ല, ഒരു വലിയനെയും ആക്കിയിട്ടില്ല. അനാവശ്യമായ ഒരു വിവാദം ഈ സമുദായത്തിൽ കൊണ്ടുവന്ന് വഹാബികൾ ഈ സമുദായത്തിന്റെ നെഞ്ചു വിളർത്തിയപ്പോൾ 940 വന്ന് ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു ശിർക്കാരോപണത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആനിക ആയത്തുകൾ ഓതിയിട്ട് ഈ മതേതര സമൂഹത്തിൽ നിന്ന് തീർത്തും നമ്മളെ അപരവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, സാമൂഹ്യ മുഖ്യധാരയിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കാൻ കഴിയും വിധമുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്തി മതേതര ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങൾ വിട്ടുനിൽക്കണമെന്ന് പറയുക മാത്രമല്ല, ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മൗലവി പറയാണ്, അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടണമെന്നാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്. വഇൻ അതഅതും, അല്ലാഹുവിന്റെ റസൂലിനും അല്ലാഹുവിനും വഴിപ്പെടണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹ്, ആ ഖുർആനിൽ സുന്നത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കണ്ടാൽ